sea gets closer, looking out on my rocket ship as I fly away, away. All the bad guys out of sight, got my army by my side. Faster than the speed of light, we fly away, away. From a constellation where I'm a superhero, like I'm in an animation. Life is full of color and beautiful people who make our world magical and light up. Beautiful people, they call it supernatural and light up. Stretched to the west, passing by a shooting star down to the earth. We are heroes of our time, maybe of a different kind. No one can change our mind. We don't run away, away from a constellation where I'm a superhero, like I'm in an life is full of color and beautiful people who make our world magical and light up. Beautiful people, they call it supernatural and light up. From a constellation where I'm a superhero, like I'm in an animation. Life is full of color. നനവോടെ നാം അന്നു കണ്ടു തീരാ മൊഴിയിൽ മൗനങ്ങളൊന്നായലിഞ്ഞു. ഈറൻ കാറ്റിൽ മെല്ലെ മായും മഞ്ഞിൻ്റെ ഉള്ളിൽ. ഈറൻ കാറ്റിൽ മെല്ലെ മായും മഞ്ഞിൻ്റെ ഉള്ളിൽ. പുലരും പകലുകൾ തീരാതെ പുതുമഴ തോരാതെ തിരുച്ചിറകറിയാതെ ഒന്നാകുന്നേ. പല നിറമകലുന്നേ, പുതുനിറമുണരുന്നേ, ഒരു സ്വരമുയരുന്നേ നെഞ്ചിൽ താനേ. രാവുകൾ പോയതും നാം അറിഞ്ഞതില്ല. പതിവായി ചാരി നിന്നതും പറയാതെ തമ്മിൽ കണ്ടതും
ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയുമായിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന് യേശു അവനോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ടുചൊല്ലുവിൻ എന്നവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവർ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചല്ലോ. യേശുവിന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ഈശോയെ അനാദി മുതലേ അവിടുന്ന് കുടുംബം രൂപപ്പെടുത്തുകയും കുടുംബങ്ങളിലൂടെ സമൂഹത്തെ നയിക്കുകയും ലോകത്തെ രൂപപ്പെടുത്തുകയും ചെയ്യുന്നതെന്ന് നമ്മൾ പറയുന്നു. കാരണം ഇന്നിവിടെ ആരംഭിക്കുന്ന എബിയുടെയും അൽഫോൻസിയുടെയും കുടുംബം അവിടുത്തെ പ്രത്യേക ആശീർവാദത്തിനും കൃപയ്ക്കും അനുഗ്രഹത്തിനും പാത്രമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, എല്ലാ കുറവുകളും പരിഹരിച്ചുകൊണ്ട് കാനായിലെ വിവാഹ വിരുന്നിൽ അവിടുന്ന് സന്നിഹിതയായിരുന്നല്ലോ. പുത്രൻ്റെ അടുത്ത് ആദ്യത്തെ അത്ഭുതം പ്രവർത്തിക്കുവാൻ ആ കുടുംബ സാഹചര്യത്തെ അവിടുന്ന് പ്രയോജനപ്പെടുത്തി. ഇന്നും ഇവിടെയും അമ്മയെ കൂടെ നിൽക്കണമേ, സഹായിക്കണമേ, മാധ്യസ്ഥം വഹിക്കണമേ. ആയുഷ്കാലം മുഴുവൻ കർത്താവെ വിശ്വസ്തയോടും സ്നേഹത്തോടും പരസ്പര ധാരണയോടും കൂടി ജീവിക്കുവാൻ ഈ രണ്ടുപേരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. എബിക്കായി അൽഫോൻസിയെ തിരഞ്ഞെടുത്തതിനും അൽഫോൻസിക്കായി എബിയെ തിരഞ്ഞെടുത്തതിനും കർത്താവെ ഞങ്ങൾ നന്ദി പറഞ്ഞ് അങ്ങയെ സ്തുതിച്ച് ആരാധിക്കുന്നു. അവിടുത്തെ അനുഗ്രഹത്തിന് വേണ്ടി ഇവരെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നടക്കാൻ പോകുന്ന ഉദാശയിലും മറ്റെല്ലാ കർമ്മങ്ങളിലും കർത്താവെ എൻ്റെ സാന്നിധ്യം പൂർണ്ണമായിട്ടും ഉണ്ടാകണമേ. വിശുദ്ധ അമ്മയുടെയും വിശുദ്ധ ദേവസ്വ പിതാവിൻ്റെയും മധ്യസ്ഥതയും സഹായവും എന്നും ഈ കുടുംബത്തോടൊപ്പം ഉണ്ടായിരിക്കുവാനായും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ഹൃദയങ്ങൾ പാവനമാക്കാം, സ്നേഹപൂജ തുടങ്ങാം. ഒരു നിമിഷം മനമുയർത്താം, അൾത്താരവേദിയിലണയാം. ഹൃദയങ്ങൾ പാവനമാക്കാം, സ്നേഹപൂജ തുടങ്ങാം.
Audio preview. Krishna
പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ എന്റെ പുത്രി ശ്രദ്ധിച്ചുക, എന്റെ ജനത്തെ പ്രതിഗ്രഹത്തെയും നീ മാത്രമല്ല ഞങ്ങളുടെ രക്ഷകനായ സഭയെ സന്തോഷിക്കുക. ഇതിനായി നമ്മുടെ സ്നേഹം മൂലം നിന്നെ തന്നെ വാണിയായി തിരഞ്ഞെടുത്തു. ഭാര്യയുടെ ഭവനത്തിൽ വിളഞ്ഞെടുക്കുന്നവരെയാകും നിന്റെ മക്കൾ ദേശത്തും സൈന്യങ്ങളുടെ പണിയുമായിരിക്കും. ഈ പ്രകാശത്തെ ആശീർവദിക്കണമേ. ദൈവപ്രസാദത്തെ പാപങ്ങളുടെ കാരണമാകട്ടെ. ആമേൻ. നൽകിയിട്ടുള്ളതും എന്നാൽ പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകൾ നിറഞ്ഞ പൊടിച്ചുകൊണ്ട് നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അതുവഴി ആത്മശരീരങ്ങൾ സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ സഹോദരനെ, നിങ്ങളെ ശ്രദ്ധയോടെ ശ്രമിക്കുന്നു. വിശുദ്ധ പൗലോസ്ലീഹ എഫെസസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം കർത്താവെ ആശ്രയിക്കണമേ. അനുഗ്രഹിക്കട്ടെ. ശരീരത്തിന്റെ രക്ഷകൻ. സഭ ക്രിസ്തുവിന് വിധേയപ്പെട്ടിരിക്കുന്നത് പോലെ
ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവരെ ശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ തന്റെ സഭയെ ശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി അത് അവളെ കറയോ ചുളുവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ അലങ്കരിക്കുകയും പരിശുദ്ധിയും ആയിരിക്കുന്നതിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും തന്റെ ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്നതുപോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്നാൽ നാം അവൻ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും. അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ടു. അവിടെ വീട് തീർന്നു പോയപ്പോൾ ഈശോയുടെ അമ്മ അവളോട് പറഞ്ഞു, അവർക്ക് വീടില്ല. ഈശോ അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്ക് വിവരമുണ്ട്, എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവരെ അവരുടെ ചാരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് എന്തായാലും അത് ചെയ്യും. യഹൂദരുടെ സ്ത്രീകളുടെ അകത്തുള്ള വെള്ളം നനയ്ക്കുന്ന ആ കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 ആളുകളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് ഈശോ അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം അപ്പോഴും നിറച്ചു. ഇനി പകർന്ന കലവറക്കാരനെ എടുത്തുകൊണ്ട് ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ പ്രകാരം ചെയ്തു. വീഞ്ഞായി മാറിയ ആ വെള്ളം കലവറക്കാരൻ രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിസാരകർ പറഞ്ഞിരുന്നു. കലവറക്കാരൻ മണവാളനെ വിളിച്ചു. അവർ പറഞ്ഞു, എല്ലാവരും വേണ്ടത് വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു. എന്നാൽ ഈ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചുവല്ലോ. ഈശോ തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നത് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് കാനായിലെ കല്യാണത്തിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനെ വിശ്വസിച്ചു. ഇവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ,
ഇവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് ഏറെ സന്തോഷമുള്ള ദിവസമാണ്. സ്വർഗം സന്തോഷിക്കുന്നു, സ്വർഗവാസികൾ സന്തോഷിക്കുന്നു, എല്ലാവരുടെയായി ദൈവം സന്തോഷിക്കുന്നുള്ളത്. അതിൻ്റെ കൂടെ നമ്മളോട് സന്തോഷിക്കണം. അതിന് കാരണം നിങ്ങളുടെ വിവാഹമാണ്. കല്യാണം ആഗ്രഹം സുഖമായിരിക്കും. അപ്പോൾ ഇന്ന് ഇവിടെ ഒന്നിച്ച് ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ച് ഇവരെ അനുഗ്രഹിച്ച് വരുമ്പോഴാണ് സുഖകരമായിരിക്കുക. അതുകൊണ്ട് ദേവാലയത്തിരിക്കുന്ന ആരും കാണികളും പ്രേക്ഷകരുമല്ല, ഇതെല്ലാവരും ഉപായം ആഭ്യന്തരം പകർത്ത് വീട്ടിലെയും അഡ്വാൻസായും അനുഗ്രഹികളെ ദൈവമെന്ന് പ്രാർത്ഥിക്കണം. 2-3 തരത്തിലുള്ള ഭവനങ്ങളുണ്ട്. ഒന്ന് ദൈവം വിരുന്ന് വരുന്ന ഭവനം, ഒന്നിട്ട് പോകും. ദൈവം വിരുന്ന് കൂട്ടിയിട്ട് ബോധം. അതാണ് ദൈവം വിരുന്നിന് വരുന്ന ഭവനം. താമസിക്കുക, സമയം കിട്ടുക, പെട്ടെന്ന് പോകും, താമസിക്കാതെ പറയുകയില്ല. അതാണ് ദൈവം വിരുന്ന് വരുന്ന ഭവനങ്ങൾ. ഒത്തിരി ഭവനങ്ങളുണ്ട്. അടുത്തത് ദൈവം വസിക്കാത്ത ഭവനമുണ്ട്. ദൈവത്തിന് വസിക്കാൻ തോന്നുന്നില്ല ആ വീട്ടിൽ. അങ്ങനെയുള്ള ഭവനങ്ങൾ ഉണ്ട്. ആദ്യത്തിലെ ഹോയുടെ കുടുംബമാണ് അത്ര ധന്യമായിരുന്നു. ഇതുപോലെ ധന്യമായ ആരംഭമുള്ള ഒരു കുടുംബം കാണിയാണ്. ദൈവത്തോട് ചേർന്ന് ചെയ്തുകൊണ്ടുള്ള ഒരു കുടുംബം. സൃഷ്ടികൾക്കെല്ലാം കഴിഞ്ഞ ശേഷം അവിടെ തന്നെ സംഭാഷണമുണ്ടല്ലോ. സൃഷ്ടികർക്കത്തിൻ്റെ സംഭാഷണം കാണുന്നുണ്ട്. ആദത്തിന്റെ വാലിയിൽ നിന്നും ഹൗവയെ സൃഷ്ടിച്ച ശേഷം തൊട്ടിക്ക് എത്രമാത്രം സംഘർഷമാണ്. നല്ലൊരു വാക്കാണ്. ദൈവത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ഈ ആദം ദൈവത്തോട് പറയുകയാണ്, ഇവിടെ നോക്കി പറയുകയാണ്, നീ എനിക്ക് തന്ന ഇവൾ, ഇവിടെ അസ്ഥിയുടെ അസ്ഥിയും മാംസവും മാംസവും മധ്യയുടെ മധ്യയും ഒക്കെ പറയുന്നത്. നീ എൻ്റേതാണെന്ന് പറയുന്നത്, നീ എൻ്റെ മാത്രമാണെന്ന്, എൻ്റെ സ്വന്തമാണെന്ന് പറയുന്നത്. അതിന് ശേഷമുള്ള കാര്യം നമുക്കറിയാം. എല്ലാ സായുധങ്ങളിലും ദൈവം നടക്കാൻ വരുമ്പോൾ അവരോട് ശരിയായിരുന്നു. ദൈവം എല്ലാ സായുധങ്ങളിലും ഈ പ്രതീക്ഷ വരും. അപ്പൊ അപ്പന്റെ വരവ് കാത്തു നിൽക്കുന്ന മക്കൾ എന്ന രീതിയിൽ ആദോണ്ടായിരുന്നു. അതാണ് സമർപ്പണം എന്ന് പറയുന്നത്. ദൈവത്തെ ചേർത്ത് നിർത്തുവാൻ, ദൈവത്തെ കൂടെ നിർത്തുവാൻ വേണ്ടിയുള്ള താല്പര്യം. അതിനുശേഷമാണ് അടുത്ത സെന്റൻസ്, അടുത്ത ഡയലോഗ് വരികയാണ്. അവിടെ പാവം കടന്നു വരുമ്പോഴാണ് സമ്പൂർണ്ണ സമർപ്പണം നഷ്ടപ്പെട്ട് കഴിയുമ്പോഴുള്ള വാക്കാണ്. ആദ്യമേ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തെ മാംസവും മധ്യയുടെ മധ്യമായിരുന്നു എങ്കിൽ അവരുടെ സമ്പൂർണ്ണ സമർപ്പണം നഷ്ടപ്പെട്ട് കഴിയുമ്പോഴുള്ള വാക്ക് ദൈവത്തെ സാക്ഷ്യപ്പെട്ട് പറയുകയാണ്, നീ എനിക്ക് തന്ന ഇവൾ അസ്ഥി പോയി, മാംസവും പോയി, മധ്യയും പോയി. അവിടെയാണ് നീ എനിക്ക് തന്ന ഇവൾ എന്ന് പറഞ്ഞ ഒറ്റപ്പെടുത്തിയുള്ള വാക്കാണ്. ഇന്ന് പല കുടുംബങ്ങളിലുള്ളതാണ്. കല്യാണ ദിവസവും ഉള്ളിന്റെ വാസവും അസ്ഥിയാണ്, മാംസമാണ്, മധ്യയാണ്. പിന്നെയോ എനിക്ക് തന്ന ഇവൾ അല്ല ഇവൻ എന്നുള്ള വാക്കായിരുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? സമ്പൂർണ്ണ സമർപ്പണം നഷ്ടപ്പെട്ടു പോകും. അപ്പൊ ദൈവത്തോട് സമർപ്പിക്കാൻ തമ്മിലുള്ള സമർപ്പണം പ്രധാനപ്പെട്ടത്. ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിക്കണം. നിങ്ങൾ തമ്മിലും ഒരു സമർപ്പണമുണ്ട്, സ്നേഹത്തിന്റെ സമ്പൂർണമായ സമർപ്പണം. ഈ സമർപ്പണം നടന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? പ്രതീക്ഷയുടെ അനുഭവം നോക്കി എത്ര ഫ്രണ്ട്സായിരുന്നു. മൃഗങ്ങൾ അവിടുത്തെയുള്ള ഓരോ സസ്യങ്ങൾ പോലും യാതൊരു മൃഗങ്ങൾ ചേർന്ന് നിൽക്കുന്ന കാലം ഉണ്ടായിരുന്നു. മൃഗങ്ങളൊന്നും ഉപദ്രവിക്കുകയായിരുന്നു. ഒരു സൗഹൃദം ഉണ്ടായിരുന്നു, ഒരു ഓർമ്മ ഉണ്ടായിരുന്നു, ഫലങ്ങൾ നൽകുന്ന വൃക്ഷങ്ങളുണ്ടായിരുന്നു. പക്ഷേ സമർപ്പണം നഷ്ടപ്പെട്ടു പോയപ്പോൾ, മനുഷ്യന്റെ സമർപ്പണം ദൈവത്തോടും തമ്മിൽ നഷ്ടപ്പെട്ടു പോയപ്പോൾ മൃഗങ്ങൾ ആക്രമിക്കാൻ തുടങ്ങി, ഫലങ്ങൾ നൽകാതായി. അങ്ങനെ മുഴുവൻ പ്രതീക്ഷ കൊണ്ട് നഷ്ടപ്പെട്ടു പോവുക. അപ്പോൾ നിങ്ങളുടെ ദൈവികമായ ചൈതന്യം നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ദൈവത്തോടും നിങ്ങൾ തമ്മിലും സമ്പൂർണ്ണമായ സമർപ്പണം ആവശ്യമാണ്. ഈ പറയുന്ന ആദവും മനസ്സിലാക്കാൻ പഠിച്ചു. പക്ഷേ ഒരു കുടുംബത്തില് തമ്മിൽ മനസ്സിലാക്കി. അതുകൊണ്ട് എബിനും അൽഫോൻസിനെ തമ്മിൽ മനസ്സിലാക്കി. ഇന്ന് പല കുടുംബങ്ങൾ പ്രധാനപ്പെട്ട കാരണം നഷ്ടപ്പെട്ടു. മനസ്സിലാക്കാൻ കഴിയുന്നില്ല.
ആവശ്യമാണ്, മനസ്സിലാക്കൽ ആവശ്യമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രാർത്ഥിക്കാം.